എഡ്യൂകേസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട 50 ചോദ്യങ്ങളുടെ ഒരു മോക്ക് ടെസ്റ്റാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇനി വരുന്ന പരീക്ഷകൾക്ക് തിരഞ്ഞെടുക്കുന്നവർ തീർച്ചയായും എല്ലാ ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കാം. താഴെ പറയുന്നവയിൽ മൂലകങ്ങളുടെ വിഭാഗത്തിൽപ്പെടാത്തത് ഏതാണ്? ലോഹങ്ങൾ, അലോഹങ്ങൾ, ഉപലോഹങ്ങൾ, വാതകങ്ങൾ. തന്നിരിക്കുന്നവയിൽ മൂലകങ്ങളുടെ വിഭാഗത്തിൽപ്പെടാത്തത് ഓപ്ഷൻ ഡി വാതകങ്ങൾ. തന്നിരിക്കുന്നവയിൽ വാതകങ്ങളാണ് മൂലകങ്ങളുടെ വിഭാഗത്തിൽ പെടാത്തത്. കാൽസ്യം അയോണിൻ്റെ ഇലക്ട്രോൺ വിന്യാസം എന്താണ്? തന്നിരിക്കുന്നവയിൽ കാൽസ്യം അയോണിൻ്റെ ഇലക്ട്രോൺ വിന്യാസം എന്താണ്? ഓപ്ഷൻ ഡി 288. തന്നിരിക്കുന്നവയിൽ 288 കാൽസ്യം അയോണിൻ്റെ ഇലക്ട്രോൺ വിന്യാസം. ക്ലോറിനെ ഏതുമായി പ്രവർത്തിപ്പിച്ചാണ് ബ്ലീച്ചിങ് പൗഡർ നിർമ്മിക്കുന്നത്? ക്ലോറിനെ ഏതുമായി പ്രവർത്തിപ്പിച്ചാണ് ബ്ലീച്ചിങ് പൗഡർ നിർമ്മിക്കുന്നത്? ഓപ്ഷൻ എ കാൽസ്യം ഹൈഡ്രോക്സൈഡ്. ക്ലോറിനെ കാൽസ്യം ഹൈഡ്രോക്സൈഡുമായി പ്രവർത്തിപ്പിച്ചാണ് ബ്ലീച്ചിങ് പൗഡർ നിർമ്മിക്കുന്നത്. ഹൈ സ്പീഡ് ഫോട്ടോഗ്രാഫിയിൽ ഉപയോഗിക്കുന്ന വാതകം ഏതാണ്? ഹൈ സ്പീഡ് ഫോട്ടോഗ്രാഫിയിൽ ഉപയോഗിക്കുന്ന വാതകം ഓപ്ഷൻ ബി ക്രിപ്റ്റോൺ. ക്രിപ്റ്റോൺ വാതകമാണ് ഹൈ സ്പീഡ് ഫോട്ടോഗ്രാഫിയിൽ ഉപയോഗിക്കുന്ന വാതകം. താഴെ പറയുന്നവയിൽ കത്തി ഉപയോഗിച്ച് മുറിക്കാൻ കഴിയുന്ന ലോഹം ഏതാണ്? കാൽസ്യം, മെർക്കുറി, മഗ്നീഷ്യം, സോഡിയം. തന്നിരിക്കുന്നവയിൽ കത്തി ഉപയോഗിച്ച് മുറിക്കാൻ കഴിയുന്ന ലോഹം ഏതാണ്? ഓപ്ഷൻ ഡി സോഡിയം. തന്നിരിക്കുന്നവയിൽ സോഡിയമാണ് കത്തി ഉപയോഗിച്ച് മുറിക്കാൻ കഴിയുന്ന ലോഹം. അമ്ല സ്വഭാവവും ക്ഷാര സ്വഭാവവും കാണിക്കുന്ന ലോഹ ഓക്സൈഡുകൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? അമ്ല സ്വഭാവവും ക്ഷാര സ്വഭാവവും കാണിക്കുന്ന ലോഹ ഓക്സൈഡുകൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ സി ആംഫോതെറിക് ഓക്സൈഡ്. അമ്ല സ്വഭാവവും ക്ഷാര സ്വഭാവവും കാണിക്കുന്ന ലോഹ ഓക്സൈഡുകൾ ആംഫോതെറിക് ഓക്സൈഡുകൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. താപപ്രവാഹത്തെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് എങ്ങനെ? താപപ്രവാഹത്തെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ഓപ്ഷൻ ബി കലോറിമെട്രി. കലോറിമെട്രി എന്നാണ് താപപ്രവാഹത്തെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത്. ആഴക്കടലിൽ മുങ്ങൽ വിദഗ്ധർ ശ്വസന പ്രക്രിയയ്ക്കായി ഉപയോഗിക്കുന്ന വാതകൾ ഏതെല്ലാമാണ്? തന്നിരിക്കുന്നവയിൽ ആഴക്കടലിൽ മുങ്ങൽ വിദഗ്ധർ ശ്വസന പ്രക്രിയയ്ക്കായി ഉപയോഗിക്കുന്ന വാതകങ്ങൾ ഏതെല്ലാമാണ്? ഓപ്ഷൻ ബി ഓക്സിജൻ, ഹീലിയം. ഓക്സിജനും ഹീലിയവും ചേർന്ന ഹീലിയോക്സ് ആണ് ആഴക്കടലിൽ മുങ്ങൽ വിദഗ്ധർ ശ്വസന പ്രക്രിയയ്ക്കായി ഉപയോഗിക്കുന്ന വാതകങ്ങൾ. ബ്ലൂ വിട്രിയോൾ എന്നാൽ എന്താണ്? ബ്ലൂ വിട്രിയോൾ എന്നാൽ എന്താണ്? ഓപ്ഷൻ എ കോപ്പർ സൾഫേറ്റ്. കോപ്പർ സൾഫേറ്റ് ആണ് ബ്ലൂ വിട്രിയോൾ എന്ന് അറിയപ്പെടുന്നത്. ഫിലോസഫേഴ്സ് വൂൾ എന്ന് വിളിക്കപ്പെടുന്നത് ഏതാണ്? ഫിലോസഫേഴ്സ് വൂൾ എന്ന് വിളിക്കപ്പെടുന്നത് ഓപ്ഷൻ സി സിങ്ക് ഓക്സൈഡ്. സിങ്ക് ഓക്സൈഡ് ആണ് ഫിലോസഫേഴ്സ് വൂൾ എന്ന് വിളിക്കപ്പെടുന്നത്. ഒരേ അറ്റോമിക് നമ്പറും എന്നാൽ വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരേ മൂലകത്തിൻ്റെ ആറ്റങ്ങൾ അറിയപ്പെടുന്നത്? ഒരേ അറ്റോമിക് നമ്പറും എന്നാൽ വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരേ മൂലകത്തിൻ്റെ ആറ്റങ്ങൾ അറിയപ്പെടുന്നത് ഓപ്ഷൻ എ ഐസോട്ടോപ്പുകൾ. ഒരേ അറ്റോമിക് നമ്പറും എന്നാൽ വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരേ മൂലകത്തിൻ്റെ ആറ്റങ്ങൾ അറിയപ്പെടുന്നത് ഐസോട്ടോപ്പുകൾ എന്നാണ്. ഏതിൻ്റെ ഉദ്വമനം എമിഷൻ മൂലമാണ് ന്യൂക്ലിയർ ഐസോമറുകൾ ഉണ്ടാകുന്നത്? ഏതിൻ്റെ ഉദ്വമനം മൂലമാണ് ന്യൂക്ലിയർ ഐസോമറുകൾ ഉണ്ടാകുന്നത്? ഓപ്ഷൻ സി ഗാമാ കിരണം. ഗാമാ കിരണത്തിൻ്റെ ഉദ്വമനം എമിഷൻ മൂലമാണ് ന്യൂക്ലിയർ ഐസോമറുകൾ ഉണ്ടാകുന്നത്. വെല്ലസ്ലി പ്രഭു കൽക്കട്ടയിൽ ഫോർട്ട് വില്യം കോളേജ് സ്ഥാപിച്ചത് എന്തിനാണ്? ഇന്ത്യയിലെ പൗരസ്ത്യ പഠനത്തിൽ താൽപ്പര്യം പുനരുജ്ജീവിപ്പിക്കാൻ, ഇന്ത്യയിലെ ഭരണപരമായ ആവശ്യങ്ങൾക്കായി സിവിൽ സർവീസുകാരെ പരിശീലിപ്പിക്കാൻ ലണ്ടനിലെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അദ്ദേഹത്തിനോട് ആവശ്യപ്പെട്ടതുകൊണ്ട് വില്യം കേരിക്കും കൂട്ടാളികൾക്കും തൊഴിൽ നൽകാൻ വെല്ലസ്ലി പ്രഭു കൽക്കട്ടയിൽ ഫോർട്ട് വില്യം കോളേജ് സ്ഥാപിച്ചത് എന്തിനാണ്? ഓപ്ഷൻ ബി ഇന്ത്യയിലെ ഭരണപരമായ ആവശ്യങ്ങൾക്കായി ബ്രിട്ടീഷ് സിവിൽ സർവീസുകാരെ പരിശീലിപ്പിക്കാൻ. ഇന്ത്യയിലെ ഭരണപരമായ ആവശ്യങ്ങൾക്കായി ബ്രിട്ടീഷ് സിവിൽ സർവീസുകാരെ പരിശീലിപ്പിക്കാനാണ് വെല്ലസ്ലി പ്രഭു കൽക്കട്ടയിൽ ഫോർട്ട് വില്യം കോളേജ് സ്ഥാപിച്ചത്.
ഇന്ത്യൻ ചരിത്രത്തിന്റെ പശ്ചാത്തലത്തിൽ ഉൽഗുലാൻ അല്ലെങ്കിൽ വലിയ കോലാഹലം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ഏത് സംഭവത്തെയാണ്? ഇന്ത്യൻ ചരിത്രത്തിന്റെ പശ്ചാത്തലത്തിൽ ഉൽഗുലാൻ അല്ലെങ്കിൽ വലിയ കോലാഹലം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ഏത് സംഭവത്തെയാണ്? ഓപ്ഷൻ ഡി 1899 1900 ബിർസ മുണ്ടയുടെ കലാപം. ഇന്ത്യൻ ചരിത്രത്തിന്റെ പശ്ചാത്തലത്തിൽ ഉൽഗുലാൻ അല്ലെങ്കിൽ വലിയ കോലാഹലം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് 1899 മുതൽ 1900 വരെ നീണ്ടുനിന്ന ബിർസ മുണ്ടയുടെ കലാപമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗമാണ് ക്ഷേമരാഷ്ട്രം എന്ന ആശയം പ്രഖ്യാപിക്കുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗമാണ് ക്ഷേമരാഷ്ട്രം എന്ന ആശയം പ്രഖ്യാപിക്കുന്നത്? ഓപ്ഷൻ ഡി നിർദ്ദേശക തത്വങ്ങൾ. ഇന്ത്യൻ ഭരണഘടനയുടെ നിർദ്ദേശക തത്വങ്ങൾ എന്ന ഭാഗത്തിലാണ് ക്ഷേമരാഷ്ട്രം എന്ന ആശയം പ്രഖ്യാപിക്കുന്നത്. ഗാന്ധിസവും മാർക്സിസവും തമ്മിലുള്ള പൊതുവായ യോജിപ്പ് എന്താണ്? ഗാന്ധിസവും മാർക്സിസവും തമ്മിലുള്ള പൊതുവായ യോജിപ്പ് എന്താണ്? ഓപ്ഷൻ ബി ഭരണകൂടരഹിത വർഗരഹിത സമൂഹം. ഭരണകൂടരഹിത വർഗരഹിത സമൂഹം എന്നതാണ് ഗാന്ധിസവും മാർക്സിസവും തമ്മിലുള്ള പൊതുവായ യോജിപ്പ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഭരണഘടനയുടെ ഭാഗമാണ്, എന്നാൽ നിയമപരമായ പ്രാബല്യമില്ല. ഭരണഘടനയുടെ ഭാഗമല്ല, കൂടാതെ നിയമപരമായ പ്രാബല്യവുമില്ല. ഭരണഘടനയുടെ ഭാഗമാണ്, കൂടാതെ മറ്റു ഭാഗങ്ങളെ പോലെ തന്നെ നിയമപരമായ പ്രാബല്യവുമുണ്ട്. ഭരണഘടനയുടെ ഭാഗമാണ്, എന്നാൽ സ്വതന്ത്രമായി മറ്റു ഭാഗങ്ങളിൽ നിന്ന് വേറിട്ട് നിയമപരമായ പ്രാബല്യമില്ല. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഓപ്ഷൻ സി ഭരണഘടനയുടെ ഭാഗമാണ്, കൂടാതെ മറ്റു ഭാഗങ്ങളെ പോലെ തന്നെ നിയമപരമായ പ്രാബല്യവുമുണ്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ പ്രിയാമ്പിൾ ആമുഖം ഭരണഘടനയുടെ ഭാഗമാണ്, കൂടാതെ മറ്റു ഭാഗങ്ങളെ പോലെ തന്നെ നിയമപരമായ പ്രാബല്യവും ഉണ്ട്. ഗോൾഡ് ട്രഞ്ച് അഥവാ റിസർവ് ട്രഞ്ച് എന്നത് ഏതിനെ സൂചിപ്പിക്കുന്നു? ഗോൾഡ് ട്രഞ്ച്, റിസർവ് ട്രഞ്ച് എന്നത് ഏതിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ ബി IMF അതിൻ്റെ അംഗങ്ങൾക്ക് നൽകുന്ന ക്രെഡിറ്റ് സംവിധാനം. ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് IMF അതിൻ്റെ അംഗങ്ങൾക്ക് നൽകുന്ന ക്രെഡിറ്റ് സംവിധാനമാണ് ഗോൾഡ് ട്രഞ്ച് അഥവാ റിസർവ് ട്രഞ്ച്. താഴെ പറയുന്ന ഏത് മൗലികാവകാശ വിഭാഗത്തിലാണ് തൊട്ടുകൂടായ്മയ്ക്കെതിരെയുള്ള സംരക്ഷണം ഉൾപ്പെടുത്തിയിരിക്കുന്നത്? താഴെ പറയുന്ന ഏത് മൗലികാവകാശ വിഭാഗത്തിലാണ് തൊട്ടുകൂടായ്മയ്ക്കെതിരെയുള്ള സംരക്ഷണം ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഓപ്ഷൻ ഡി സമ്മതത്തിനുള്ള അവകാശം. മൗലികാവകാശങ്ങളിൽ സമ്മതത്തിനുള്ള അവകാശം എന്ന വിഭാഗത്തിലാണ് തൊട്ടുകൂടായ്മയ്ക്കെതിരെയുള്ള സംരക്ഷണം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യയിൽ എക്സിക്യൂട്ടീവിൽ നിന്ന് ജുഡീഷ്യറിയെ വേർപെടുത്തുന്നത് നിർദ്ദേശിച്ചിരിക്കുന്നത് എന്തിലാണ്? ഇന്ത്യയിൽ എക്സിക്യൂട്ടീവിൽ നിന്ന് ജുഡീഷ്യറിയെ വേർപെടുത്തുന്നത് നിർദ്ദേശിച്ചിരിക്കുന്നത് എന്തിലാണ്? ഓപ്ഷൻ ബി സംസ്ഥാന നയത്തിൻ്റെ നിർദ്ദേശക തത്വങ്ങൾ. ഇന്ത്യയിൽ എക്സിക്യൂട്ടീവിൽ നിന്ന് ജുഡീഷ്യറിയെ വേർപെടുത്തുന്നത് നിർദ്ദേശിച്ചിരിക്കുന്നത് സംസ്ഥാന നയത്തിൻ്റെ നിർദ്ദേശക തത്വങ്ങളിലാണ്. ഒരു ഭരണഘടനാധിഷ്ഠിത സർക്കാർ എന്നാൽ നിർവചന പ്രകാരം എന്താണ്? ഒരു ഭരണഘടനാധിഷ്ഠിത സർക്കാർ എന്നാൽ നിർവചന പ്രകാരം എന്താണ്? ഓപ്ഷൻ ഡി പരിമിതമായ അധികാരങ്ങളുള്ള സർക്കാർ. ഒരു ഭരണഘടനാധിഷ്ഠിത സർക്കാർ എന്നാൽ നിർവചന പ്രകാരം പരിമിതമായ അധികാരങ്ങളുള്ള സർക്കാർ എന്നാണ്. ഏത് കാര്യത്തിലാണ് രാജ്യസഭയ്ക്ക് ലോക്സഭയുമായി തുല്യ അധികാരമുള്ളത്? ഏത് കാര്യത്തിലാണ് രാജ്യസഭയ്ക്ക് ലോക്സഭയുമായി തുല്യ അധികാരമുള്ളത്? ഓപ്ഷൻ ബി ഭരണഘടന ഭേദഗതി ചെയ്യുന്ന കാര്യത്തിൽ. ഭരണഘടന ഭേദഗതി ചെയ്യുന്ന കാര്യത്തിലാണ് രാജ്യസഭയ്ക്ക് ലോക്സഭയുമായി തുല്യ അധികാരമുള്ളത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായതേത്? ഇത് 1885 രൂപീകൃതമായത്. WC ബാനർജിയായിരുന്നു കോൺഗ്രസിൻ്റെ ആദ്യ പ്രസിഡന്റ്. ഇന്ത്യയിലെ വിവിധ പ്രവിശ്യകളിൽ നിന്നും 72 പ്രതിനിധികൾ ബോംബെയിൽ യോഗം ചേർന്നാണ് ഇത് രൂപീകരിച്ചത്. സ്ഥാപകനായ അലൻ ഒക്ടേവിയൻ ഹ്യൂം ഇന്ത്യയിലെ ഒരു വിരമിച്ച ബ്രിട്ടീഷ് പ്രൊഫസറായിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കുറിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായതേത്? ഓപ്ഷൻ ഡി സ്ഥാപകനായ അലൻ ഒക്ടേവിയൻ ഹ്യൂം ഇന്ത്യയിലെ ഒരു വിരമിച്ച ബ്രിട്ടീഷ് പ്രൊഫസറായിരുന്നു എന്ന പ്രസ്താവനയാണ് തെറ്റായത്. അദ്ദേഹം വിരമിച്ച ഒരു ബ്രിട്ടീഷ് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ ആയിരുന്നു. ഭാനു അത്തയ്യ ഏത് ക്ലാസിക് ചിത്രത്തിലെ കോസ്റ്റ്യൂം ഡിസൈനിങ്ങിലൂടെയാണ് ഇന്ത്യയുടെ ആദ്യ ഓസ്കാർ അവാർഡ് നേടിയത്? ഭാനു അത്തയ്യ ഏത് ക്ലാസിക് ചിത്രത്തിലെ
കോസ്റ്റ്യൂം ഡിസൈനിലൂടെയാണ്. ഇന്ത്യയുടെ ആദ്യത്തെ ഓസ്കർ അവാർഡ് നേടിയത്? ഓപ്ഷൻ ഡി ഗാന്ധി. 1982 പുറത്തിറങ്ങിയ ഗാന്ധി എന്ന ക്ലാസിക് ചിത്രത്തിലെ കോസ്റ്റ്യൂം ഡിസൈനിങ്ങിലൂടെയാണ് ഭാനു അത്തയ്യ ഇന്ത്യയുടെ ആദ്യ ഓസ്കർ അവാർഡ് നേടിയത്. ആഗോള കൈ കഴുകൽ ദിനം, ഗ്ലോബൽ ഹാൻഡ് വാഷിംഗ് ഡേ ആചരിക്കുന്നത് എന്നാണ്? ആഗോള കൈ കഴുകൽ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഓപ്ഷൻ ഡി ഒക്ടോബർ 15. എല്ലാ വർഷവും ഒക്ടോബർ 15 ആഗോള കൈ കഴുകൽ ദിനം, ഗ്ലോബൽ ഹാൻഡ് വാഷിംഗ് ഡേ ആയി ആചരിക്കുന്നത്. പോളണ്ടിൽ വെള്ളത്തിനടിയിൽ പൊട്ടിത്തെറിച്ച രണ്ടാം ലോക മഹായുദ്ധകാലത്തെ ബോംബിന്റെ പേരെന്താണ്? പോളണ്ടിൽ വെള്ളത്തിനടിയിൽ പൊട്ടിത്തെറിച്ച രണ്ടാം ലോക മഹായുദ്ധകാലത്തെ ബോംബിന്റെ പേരെന്തായിരുന്നു? ഓപ്ഷൻ സി ടോൾ ബോയ്. പോളണ്ടിൽ വെള്ളത്തിനടിയിൽ പൊട്ടിത്തെറിച്ച രണ്ടാം ലോക മഹായുദ്ധകാലത്തെ ബോംബിന്റെ പേരായിരുന്നു ടോൾ ബോയ്. അന്താരാഷ്ട്ര തൊഴിൽ സംഘടന ILOയിൽ അംഗമല്ലാത്ത രാജ്യം ഏതാണ്? ഭൂട്ടാൻ, ബംഗ്ലാദേശ്, നേപ്പാൾ, പാകിസ്ഥാൻ. തന്നിരിക്കുന്ന രാജ്യങ്ങളിൽ അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയിൽ അംഗമല്ലാത്ത രാജ്യം ഏതാണ്? ഓപ്ഷൻ എ ഭൂട്ടാൻ. തന്നിരിക്കുന്നവയിൽ ഭൂട്ടാനാണ് അന്താരാഷ്ട്ര തൊഴിൽ സംഘടന ILOയിൽ അംഗമല്ലാത്ത രാജ്യം. ഇന്റർനെറ്റിനായി സെക്യൂർ ആപ്ലിക്കേഷൻ ഫോർ ഇന്റർനെറ്റ് SAI എന്ന മെസ്സേജിംഗ് ആപ്ലിക്കേഷൻ വികസിപ്പിച്ചെടുത്തത് ആരാണ്? ഇന്റർനെറ്റിനായി സെക്യൂർ ആപ്ലിക്കേഷൻ ഫോർ ഇന്റർനെറ്റ് എന്ന മെസ്സേജിംഗ് ആപ്ലിക്കേഷൻ വികസിപ്പിച്ചെടുത്തത് ആരാണ്? ഓപ്ഷൻ സി ഇന്ത്യൻ ആർമി. ഇന്റർനെറ്റിനായി സെക്യൂർ ആപ്ലിക്കേഷൻ ഫോർ ഇന്റർനെറ്റ് SAI എന്ന മെസ്സേജിംഗ് ആപ്ലിക്കേഷൻ വികസിപ്പിച്ചെടുത്തത് ഇന്ത്യൻ ആർമിയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ തിരഞ്ഞെടുക്കുന്നതിനായുള്ള കമ്മിറ്റിയിൽ അംഗമല്ലാത്തത് ആരാണ്? തന്നിരിക്കുന്നവരിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ തിരഞ്ഞെടുക്കുന്നതിനായുള്ള കമ്മിറ്റിയിൽ അംഗമല്ലാത്തത് ആരാണ്? ഓപ്ഷൻ സി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. തന്നിരിക്കുന്നവരിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ തിരഞ്ഞെടുക്കുന്നതിനായുള്ള കമ്മിറ്റിയിൽ അംഗമല്ലാത്തത്. ചുവടെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? അശുദ്ധ രക്തമുള്ളത് ഹൃദയത്തിന്റെ വലത്തെ അറകളിലാണ്. മനുഷ്യഹൃദയത്തിൽ 4 അറകളുണ്ട്. മത്സ്യത്തിന് ഹൃദയത്തിൽ 2 അറകളാണുള്ളത്. അശുദ്ധ രക്തം വഹിക്കുന്ന കുഴലുകളാണ് ആർട്ടറികൾ എന്നറിയപ്പെടുന്നത്. തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ ഡി അശുദ്ധ രക്തം വഹിക്കുന്ന കുഴലുകളാണ് ആർട്ടറികൾ എന്നറിയപ്പെടുന്നത് എന്ന പ്രസ്താവനയാണ് തെറ്റായ പ്രസ്താവന. ആർട്ടറികൾ ശുദ്ധരക്തം ഹൃദയത്തിൽ നിന്ന് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. ചുവടെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതെന്ന് കണ്ടെത്തുക. മനുഷ്യനിൽ ശ്വാസകോശത്തിലെ വായു അറകൾ ആൽവിയോള എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. വൃക്കയിലെ പ്രവർത്തന ഘടകങ്ങളാണ് നെഫ്രോണുകൾ. മനുഷ്യരിൽ അന്നജത്തിന്റെ ദഹനത്തിന് സഹായിക്കുന്ന അമിലേസ് എന്ന രാസാഗ്നിയാണ്. മാംസ്യത്തെ ദഹിപ്പിക്കുന്ന രാസാഗ്നിയാണ് ലിപ്പേസ്. തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതെന്ന് കണ്ടെത്തുക. ഓപ്ഷൻ ഡി മാംസ്യത്തെ ദഹിപ്പിക്കുന്ന രാസാഗ്നിയാണ് ലിപ്പേസ് എന്ന പ്രസ്താവനയാണ് തെറ്റായത്. കൊഴുപ്പിനെ ദഹിപ്പിക്കാൻ സഹായിക്കുന്ന രാസാഗ്നിയാണ് ലിപ്പേസ്. മനുഷ്യ ശരീരത്തിൽ ദഹനേന്ദ്രിയ വ്യവസ്ഥയുടെ വിവിധ ഭാഗങ്ങൾ ക്രമമായി എഴുതിയാൽ ശരിയായത് ഏതാണ്? മനുഷ്യ ശരീരത്തിൽ ദഹനേന്ദ്രിയ വ്യവസ്ഥയുടെ വിവിധ ഭാഗങ്ങൾ ക്രമമായി എഴുതിയാൽ ശരിയായത് ഏതാണ്? ഓപ്ഷൻ ബി വായ, അന്നനാളം, ആമാശയം, ചെറുകുടൽ, വൻകുടൽ. വായ, അന്നനാളം, ആമാശയം, ചെറുകുടൽ, വൻകുടൽ എന്നിങ്ങനെയാണ് മനുഷ്യ ശരീരത്തിൽ ദഹനേന്ദ്രിയ വ്യവസ്ഥയുടെ വിവിധ ഭാഗങ്ങൾ ക്രമമായി എഴുതിയാൽ വരുന്നത്. ഏതെല്ലാം രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിനാണ് DPT അഥവാ ട്രിപ്പിൾ വാക്സിൻ നൽകുന്നത്? തന്നിരിക്കുന്നവയിൽ ഏതെല്ലാം രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിനാണ് DPT അഥവാ ട്രിപ്പിൾ വാക്സിൻ നൽകുന്നത്? ഓപ്ഷൻ എ ഡിഫ്തീരിയ, വില്ലൻ ചുമ, ടെറ്റനസ്. DPT ഡിഫ്തീരിയ, പെർട്ടുസിസ്, ടെറ്റനസ്. തന്നിരിക്കുന്നവയിൽ ഡിഫ്തീരിയ, വില്ലൻ ചുമ, ടെറ്റനസ് എന്നീ രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിനാണ് DPT അഥവാ ട്രിപ്പിൾ വാക്സിൻ നൽകുന്നത്. ചുവടെ പറയുന്നവയിൽ ഏത് രോഗമാണ് വായുവിലൂടെ പകരുന്ന രോഗങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാത്തത്? അഞ്ചാം പനി, ഡിഫ്തീരിയ, പോളിയോമൈലറ്റിസ്, ആന്ത്രാക്സ്. തന്നിരിക്കുന്നവയിൽ ഏത് രോഗമാണ് വായുവിലൂടെ പകരുന്ന രോഗങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാത്തത്? ഓപ്ഷൻ സി പോളിയോമൈലറ്റിസ്. പോളിയോമൈലറ്റിസ് ഒരു ജലജന്യ രോഗമാണ്.
ചുവടെ പറയുന്നവയിൽ ഏത് രോഗത്തിനാണ് ലിസ വൈറസ് രോഗകാരിയാകുന്നത്? തന്നിരിക്കുന്നവയിൽ ഏത് രോഗത്തിനാണ് ലിസ വൈറസ് രോഗകാരിയാകുന്നത്? ഓപ്ഷൻ സി, പേവിഷബാധ, റേബീസ്. തന്നിരിക്കുന്നവയിൽ പേവിഷബാധയ്ക്കാണ് ലിസ വൈറസ് രോഗകാരി ആകുന്നത്. അവിവാഹിതരായ അമ്മമാരെ സംരക്ഷിക്കുന്നതിനായി കേരള സർക്കാരിന്റെ സാമൂഹ്യനീതി വകുപ്പിന് കീഴിൽ കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ വഴി നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? തന്നിരിക്കുന്നവയിൽ അവിവാഹിതരായ അമ്മമാരെ സംരക്ഷിക്കുന്നതിനായി കേരള സർക്കാരിന്റെ സാമൂഹ്യനീതി വകുപ്പിന് കീഴിൽ കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ വഴി നടപ്പിലാക്കുന്ന പദ്ധതി ഓപ്ഷൻ സി, സ്നേഹസ്പർശം. തന്നിരിക്കുന്നവയിൽ സ്നേഹസ്പർശം പദ്ധതിയാണ് അവിവാഹിതരായ അമ്മമാരെ സംരക്ഷിക്കുന്നതിനായി കേരള സർക്കാരിന്റെ സാമൂഹ്യനീതി വകുപ്പിന് കീഴിൽ കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ വഴി നടപ്പിലാക്കുന്ന പദ്ധതി. ചുവടെ പറയുന്നവയിൽ ആർക്കാണ് കൃഷി വിജ്ഞാൻ അവാർഡ് നൽകുന്നത്? തന്നിരിക്കുന്നതിൽ ആർക്കാണ് കൃഷി വിജ്ഞാൻ അവാർഡ് നൽകുന്നത്? ഓപ്ഷൻ സി, കൃഷി ശാസ്ത്രജ്ഞന്. മികച്ച കൃഷി ശാസ്ത്രജ്ഞന് നൽകുന്ന അവാർഡാണ് കൃഷി വിജ്ഞാൻ. ഓസോൺ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ചുവടെ പറയുന്നവയിൽ ആരാണ്? ഓസോൺ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ തന്നിരിക്കുന്നവരിൽ ആരാണ്? ഓപ്ഷൻ ഡി, ക്രിസ്റ്റ്യൻ ഷോൺബെയിൻ. തന്നിരിക്കുന്നവരിൽ ക്രിസ്റ്റ്യൻ ഷോൺബെയിൻ ആണ് ഓസോൺ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ. ചുവടെ പറയുന്നവയിൽ ഏതാണ് വെൽഡിങ്ങിന് ഉപയോഗിക്കുന്ന വാതകം? തന്നിരിക്കുന്നവയിൽ ഏതാണ് വെൽഡിങ്ങിന് ഉപയോഗിക്കുന്ന വാതകം? ഓപ്ഷൻ എ, അസറ്റിലിൻ. തന്നിരിക്കുന്നവയിൽ അസറ്റിലിൻ എന്ന വാതകമാണ് വെൽഡിങ്ങിന് ഉപയോഗിക്കുന്ന വാതകം. എൻഡോസൾഫാൻ എന്ന കീടനാശിനിയിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ഘടകം ഏതാണ്? എൻഡോസൾഫാൻ എന്ന കീടനാശിനിയിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ഘടകം ഓപ്ഷൻ സി, ഓർഗാനോ ക്ലോറൈഡ്. എൻഡോസൾഫാൻ എന്ന കീടനാശിനിയിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ഘടകമാണ് ഓർഗാനോ ക്ലോറൈഡ്. ആദ്യത്തെ കൃത്രിമ പഞ്ചസാര ഏതാണ്? തന്നിരിക്കുന്നവയിൽ ആദ്യത്തെ കൃത്രിമ പഞ്ചസാര ഏതാണ്? ഓപ്ഷൻ ഡി, സാക്കറിൻ. സാക്കറിനാണ് ആദ്യത്തെ കൃത്രിമ പഞ്ചസാര. ചുവടെ പറയുന്നവയിൽ ബുധൻ എന്ന ഗ്രഹത്തിന്റെ സവിശേഷത അല്ലാത്തത് ഏതാണ്? തന്നിരിക്കുന്നവയിൽ ബുധൻ എന്ന ഗ്രഹത്തിന്റെ സവിശേഷത അല്ലാത്തത് ഓപ്ഷൻ ഡി, ബാഹ്യഗ്രഹങ്ങളിൽ ഉൾപ്പെടുന്നത് എന്നതാണ് ബുധൻ എന്ന ഗ്രഹത്തിന്റെ സവിശേഷത അല്ലാത്തത്. ബുധൻ ഒരു ആന്തരിക ഗ്രഹമാണ്. ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന ഗ്രഹം ഏതാണ്? ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന ഗ്രഹം ഓപ്ഷൻ എ, ശുക്രൻ. തന്നിരിക്കുന്നവയിൽ ശുക്രനാണ് ഭൂമിയുടെ ഇരട്ട എന്ന പേരിൽ അറിയപ്പെടുന്ന ഗ്രഹം. എല്ലാ നിറങ്ങളെയും പ്രതിഫലിപ്പിക്കുന്ന വർണ്ണം ഏതാണ്? എല്ലാ നിറങ്ങളെയും പ്രതിഫലിപ്പിക്കുന്ന വർണ്ണം ഓപ്ഷൻ എ, വെള്ള. വെള്ളയാണ് എല്ലാ നിറങ്ങളെയും പ്രതിഫലിപ്പിക്കുന്ന വർണ്ണം. ഏറ്റവും കുറവ് വിസരണത്തിന് വിധേയമാകുന്ന നിറം ഏതാണ്? ഏറ്റവും കുറവ് വിസരണത്തിന് വിധേയമാകുന്ന നിറം ഓപ്ഷൻ ഡി, ചുവപ്പ്. ചുവപ്പാണ് ഏറ്റവും കുറവ് വിസരണത്തിന് വിധേയമാകുന്ന നിറം. മനുഷ്യന്റെ ശ്രവണ സ്ഥിരത എത്രയാണ്? തന്നിരിക്കുന്നവയിൽ മനുഷ്യന്റെ ശ്രവണ സ്ഥിരത എത്രയാണ്? ഓപ്ഷൻ സി, 1/10 സെക്കൻഡ് അഥവാ 0.1 സെക്കൻഡ്. തന്നിരിക്കുന്നവയിൽ 1/10 സെക്കൻഡാണ് മനുഷ്യന്റെ ശ്രവണ സ്ഥിരത. ചന്ദ്രനിൽ ആദ്യമായി സെല്ലുലാർ നെറ്റ്വർക്ക് നിർമ്മിക്കാൻ നാസ തിരഞ്ഞെടുത്ത ടെലികമ്മ്യൂണിക്കേഷൻ കമ്പനി ഏതാണ്? ചന്ദ്രനിൽ ആദ്യമായി സെല്ലുലാർ നെറ്റ്വർക്ക് നിർമ്മിക്കാൻ നാസ തിരഞ്ഞെടുത്ത ടെലികമ്മ്യൂണിക്കേഷൻ കമ്പനി ഏതാണ്? ഓപ്ഷൻ ബി, നോക്കിയ. നോക്കിയയാണ് ചന്ദ്രനിൽ ആദ്യമായി സെല്ലുലാർ നെറ്റ്വർക്ക് നിർമ്മിക്കാൻ നാസ തിരഞ്ഞെടുത്ത ടെലികമ്മ്യൂണിക്കേഷൻ കമ്പനി. പൊടിയും പാറക്കഷ്ണങ്ങളും ശേഖരിക്കുന്നതിനായി നാസയുടെ ഒസിരിസ് റെക്സ് എന്ന ദൗത്യം വിജയകരമായി തൊട്ട ചിഹ്നഗ്രഹം ഏതാണ്? തന്നിരിക്കുന്നവയിൽ പൊടിയും പാറക്കഷ്ണങ്ങളും ശേഖരിക്കുന്നതിനായി നാസയുടെ ഒസിരിസ് റെക്സ് വിജയകരമായി തൊട്ട ചിഹ്നഗ്രഹം ഏതാണ്? ഓപ്ഷൻ ഡി, ബെന്നു. പൊടിയും പാറക്കഷ്ണങ്ങളും ശേഖരിക്കുന്നതിനായി നാസയുടെ ദൗത്യമായ ഒസിരിസ് റെക്സ് വിജയകരമായി തൊട്ട ചിഹ്നഗ്രഹമാണ് ബെന്നു. ട്രെയിനുകളിൽ വനിതാ യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ച പദ്ധതി ഏതാണ്? തന്നിരിക്കുന്നവയിൽ ട്രെയിനുകളിൽ വനിതാ യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ച പദ്ധതി ഏതാണ്? ഓപ്ഷൻ എ, മേരി സഹേലി. മേരി സഹേലി എന്ന പദ്ധതിയാണ്
ട്രെയിനുകളിൽ വനിതാ യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ച പദ്ധതി? ലോകത്തിലെ ഏറ്റവും ഉയർന്ന പ്രദേശത്തുള്ള ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഡാറ്റാ സെന്റർ ചൈന നിർമ്മിക്കുന്നത് ഏത് മേഖലയിലാണ്? ലോകത്തിലെ ഏറ്റവും ഉയർന്ന പ്രദേശത്തുള്ള ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഡാറ്റാ സെന്റർ ചൈന നിർമ്മിക്കുന്നത് ഏത് മേഖലയിലാണ്? ഓപ്ഷൻ ഡി, ടിബറ്റ്. ലോകത്തിലെ ഏറ്റവും ഉയർന്ന പ്രദേശത്തുള്ള ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഡാറ്റാ സെന്റർ ചൈന നിർമ്മിക്കുന്നത് ടിബറ്റ് മേഖലയിലാണ്. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.